സുഹൃത്തായ വീട്ടമ്മയെ കൊലപ്പെടുത്താനായി പേയാട് സ്വദേശി കുമാർ കരുതിയത് 3 കത്തികൾ. ഇതിൽ ഏറ്റവും മൂർച്ചയേറിയത് ഉപയോഗിച്ചായിരുന്നു ആശയെ കുമാർ കഴുത്തുകീറി കൊലപ്പെടുത്തിയത്. ഈ കത്തി കുമാർ വാങ്ങിയത് കൈരളി ടിവിയിലെ പഴയ സുഹൃത്തിന്റെ കയ്യിൽ നിന്നാണ്. കൈരളിയിൽ ഡ്രൈവറായിരുന്നു ഇയാൾ. ഇപ്പോൾ പാളയത്ത് മീൻ കച്ചവടം നടത്തുകയാണ്. പഴയ പരിചയം ഉപയോഗിച്ച് ഇയാളെ സ്വാധീനിച്ചാണ് കത്തി സംഘടിപ്പിച്ചത്. അതിലൊരു കത്തി പാളയം മാർക്കറ്റിലെ കൂട്ടുകാരന്റെ സഹായത്താൽ രാഗി വാങ്ങുകയും ചെയ്തു. വീട്ടാവശ്യത്തിന് എന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു കൂട്ടുകാരനെ കൊണ്ട് കൊലയ്ക്ക് ഉപയോഗിക്കാനുള്ള കത്തി സംഘടിപ്പിച്ചത്. ഈ കത്തി ഉപയോഗിച്ചാണ് പെൺസുഹൃത്തിന്റെ കഴുത്തറുത്തത്. എല്ലാം ആസൂത്രിതമായിട്ടായിരുന്നു കുമാർ ചെയ്തതെന്ന് വ്യക്തമാണ്. പേയാട് കാവുവിള ലക്ഷം വീട്ടിൽ കുമാർ വിവാഹിതയും 2 കുട്ടികളുടെ മാതാവുമായ പേയാട് ചെറുപാറ SR ഭവനിൽ ആശ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിൽ ഇന്നലെ രാവിലെയായിരുന്നു മൃതദേഹങ്ങൾ കണ്ടത്. കുമാറും ആശയുമായി ഉണ്ടായിരുന്നത് വർഷങ്ങളായുള്ള ബന്ധമെന്നാണ് സൂചന. ഈ സൗഹൃദം നിലനിൽക്കുമ്പോൾ തന്നെ ഇരുവരും വിവാഹിതരായി. ഇതിനിടയിലും സൗഹൃദം തുടർന്നു. ആശയിൽ നിന്നും പണം കടം വാങ്ങി. ഇതിനിടെ കുമാറിന്റെ കുടുംബജീവിതം തകർന്നു. ഇതോടെ വീണ്ടും ആശയുമായി അടുത്ത കൂട്ടായി. വിവാഹം കഴിക്കണമെന്നും കുമാർ ആവശ്യമുന്നയിച്ചു. അങ്ങനെ ശല്യം കൂടി. ഇതോടെ കുമാറിന്റെ ഫോൺ ആഴ്ചകളോളം ആശ എടുക്കാതെയായി മാറി. ഇതിനിടയിലാണ് ഒരു ടൂർ പോകാമെന്ന് അറിയിച്ച് ആശയെ കുമാർ വിളിച്ചു വരുത്തിയത്. തന്നെ കല്യാണം കഴിക്കില്ലെന്ന ആശയുടെ നിലപാടായിരുന്നു കുമാറിന്റെ പകയ്ക്ക് കാരണം. ഇതോടെ ആശയെ വകവരുത്താൻ കുമാർ തീരുമാനിച്ചു. ഇതിനായി കൈരളിയിൽ തന്നെ ജോലി ചെയ്യുന്ന സുഹൃത്തിന്റെ ലോഡ്ജും തെരഞ്ഞെടുത്തു. കത്തി വാങ്ങിക്കൊടുത്ത കൈരളിയിലെ പഴയ ഡ്രൈവറും ലോഡ്ജ് ഉടമയുമൊന്നും കുമാറിന്റെ മനസ്സിലെ പകയറിഞ്ഞില്ല. എന്നാൽ ഇവർക്കെല്ലാം ആശയും കുമാറും തമ്മിലെ സൗഹൃദം അറിയാമായിരുന്നുവെന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. ഇതെല്ലാം അന്വേഷണ വിധേയമാക്കും. വെള്ളിയാഴ്ച രാവിലെയാണ് കുമാർ മുറിയെടുത്തത്. ശനിയാഴ്ച രാവിലെയാണ് ആശ എത്തിയത്. ഞായറാഴ്ച രാവിലെ ജീവനക്കാർ മുറി വൃത്തിയാക്കുന്നതിനായി പലതവണ മുട്ടി വിളിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ല. ഇതോടെ സുഹൃത്ത് കൂടിയായ ഉടമ സ്ഥലത്തെത്തി. സംശയം തോന്നിയതോടെ തമ്പാനൂർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. രാവിലെ 7-ന് പോലീസ് എത്തി 3-ാം നിലയിലെ മുറിയുടെ കതക് ചവിട്ടിപ്പൊളിച്ചാണ് അകത്തു കടന്നത്. ആശയുടെ മൃതദേഹം കഴുത്ത് മുറിഞ്ഞ നിലയിൽ നിലത്ത് രക്തത്തിൽ കുളിച്ച് കട്ടിലിന് സമീപത്തായിരുന്നു. കുമാർ തൂങ്ങി മരിച്ച നിലയിലും. പാങ്ങോട് സൈനിക ക്യാമ്പിൽ കരാർ തൊഴിലാളിയാണ് ആശ. ഭർത്താവും 2 മക്കളും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് തിരിച്ചു വരുന്നതാണ് പതിവ്. ആശയെ കാണാത്തതിനാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഭർത്താവ് ശനിയാഴ്ച രാത്രി വിളപ്പിൻശാല പോലീസിൽ പരാതി നൽകിയിരുന്നു. കുമാറും ആശയുമായി ഉണ്ടായിരുന്നത് വർഷങ്ങളായുള്ള ബന്ധമെന്നാണ് സൂചന. ഈ സൗഹൃദം നിലനിൽക്കുമ്പോൾ തന്നെ ഇരുവരും വിവാഹിതരായി. ഇതിനിടയിലും സൗഹൃദം തുടർന്നു. ആശയിൽ നിന്നും പണം കടം വാങ്ങി. ഇതിനിടെ കുമാറിന്റെ കുടുംബജീവിതം തകർന്നു. ഇതോടെ വീണ്ടും ആശയുമായി അടുത്ത കൂട്ടായി.